ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ടൈ ആൻഡ് ഡൈയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു യെല്ലോ കളറിലെ ഒരു ടോപ്പിനെ ഞാൻ ഈ മേളിൽ കാണിച്ചിരിക്കുന്നത് പോലെ എങ്ങനെയാണ് ഡൈ ചെയ്തതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ മടക്കി, പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ മടക്കി, ഞാനിവിടെ ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് കദം പക്ക രംഗിൻ്റെ ഒരു ഡൈയിങ് കളറാണ്. അതിൻ്റെ തന്നെ ഡൈ ഫിക്സും ഉണ്ട്. നമുക്ക് അതിന് ശേഷം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറുതായിട്ട് ഇതുപോലെ കുറച്ച് ട്രയാങ്കിൾ വരുന്നത് പോലെ ഞാനിതുപോലെ മടക്കുകയാണ്. കട്ടി അല്പം കൂടിയത് കാരണം ശരിക്കും അത് ട്രയാങ്കിളായിട്ട് എനിക്ക് മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പാറ്റേൺ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെയാണ് ഞാനിത് മടക്കുന്നത്. ഇനി ഡൈ ചെയ്യാൻ വേണ്ടി ഞാൻ കദം പക്ക രംഗിൻ്റെ ബ്ലൂ കളറ് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് ഇട്ടു. ഇത് കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് ലേശം ഉപ്പും കൂടെ ഞാനിട്ടു. അങ്ങനെയാണ് അതിൻ്റെ മാനുവലി പറയുന്നത്. അതിനുശേഷം ഇതൊരു 20 to 25 മിനിറ്റ്സ് ഞാനിതുപോലെ ചൂടുവെള്ളത്തിൽ തന്നെ ഇതുപോലെ മുക്കിയിട്ടു. അതിന് ശേഷമാണ് ഞാൻ ആ ഡൈ ചെയ്ത ആ തുണീനെ ഞാൻ എടുത്തിട്ട് ഡൈ ഫിക്സ് സൊല്യൂഷനുണ്ട് കദം പക്ക രംഗിൻ്റെ, അതും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് മുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം കുറച്ച് കളറ് പോകുമെങ്കിലും പിന്നീട് അത് കഴുകുമ്പോൾ കളറ് പോകത്തില്ല എന്നാണ് അതിൻ്റെ മാനുവലിൽ പറയുന്നത്. ഞാനിതിന് മുമ്പ് ഒരു ടോപ്പ് ഞാൻ ഡൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും കളറൊന്നും പോയിട്ടില്ല. അത് നന്നായിട്ട് തന്നെ കളറ് പിടിക്കുന്നുണ്ടായിരുന്നു. കദം പക്ക രംഗിൻ്റെ ഞാൻ ബുക്ക് ചെയ്തത് ഓൺലൈന് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കൂടിയാണ് അത് ഓർഡർ ചെയ്തത്. ഇതാണ് ഡൈ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, അല്ലെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ കയ്യിലും പഴയതും ഉപയോഗിക്കാത്തതായിട്ടുള്ള ടോപ്പുകൾ നിങ്ങൾക്ക് വേണം ഇതുപോലെ റീമേക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.